രക്ഷകമാം പരമാനന്ദം നീ ഞങ്ങൾക്കരുളണമേ നാഥ. കന്മഷമിയലാതൊരുമനമെന്നിൽ ചിന്മയരൂപ തന്നരുൾക. നിർമ്മലമായൊരു ഹൃദയമെന്നിൽ നിർമ്മിച്ചരുളുക നാഥ. നേരായൊരു നൽ മാനസവും തീർത്തരുൾകിന്നിൽ യഥായോഗ്യമായി ആഘോഷിക്കുവാൻ തക്കവണ്ണം കടന്നു വന്നിരിക്കുന്ന ഏവരുമേ, ഒരിക്കൽ കൂടി ശ്രേഷ്ഠമായ ഈ പെരുന്നാളിൽ പങ്കാളികളാകുവാൻ ദൈവം നമ്മൾക്ക് വലിയ ഭാഗ്യം തന്നിരിക്കുകയാണ്. എല്ലാ പെരുന്നാളുകൾക്കും ഒരു ആത്മീയ തലമുണ്ട്. ആ ആത്മീയ തലത്തെ നമ്മൾക്ക് സജീവമായ ഓർമ്മ എന്നുള്ള പദം കൊണ്ട് വിശേഷിപ്പിക്കാം. വളരെ വിദൂരമായ ഒരു ദേശത്ത് നിന്ന് അച്ഛൻ സൂചിപ്പിച്ചതുപോലെ അന്ധകാരത്തിൻ്റെ നിഴലിലായിരുന്ന ഈ ദേശത്തൊരു പുതിയ പ്രകാശത്തിൻ്റെ പാത തെളിക്കുവാനായിട്ട്, അല്ലെങ്കിൽ ഒരു തിരി തെളിക്കുവാൻ തക്കവണ്ണം ആ പുണ്യപിതാവിന് സാധിച്ചു. അദ്ദേഹത്തെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ ജീവിതചര്യകളെക്കുറിച്ച്, ജീവിത രീതികളെക്കുറിച്ചൊന്നും അധികം അറിയാൻ നമ്മൾക്ക് കഴിഞ്ഞില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ക്രിസ്തുവിനോടുള്ള അദമ്യമായിട്ടുള്ള ആഗ്രഹത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ക്രിസ്തീയമായിട്ടുള്ള ജീവിതത്തെക്കുറിച്ചൊക്കെ ഊഹിച്ചെടുക്കുവാനും പ്രാർത്ഥിച്ചെടുക്കുവാനും ഒക്കെ നമ്മൾക്ക് സാധിക്കുന്നുണ്ട്. അതിങ്ങനെ കാലാകാലങ്ങളായിട്ട് നിലനിർത്തുവാൻ കഴിയുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഓർമ്മ സജീവമാവുന്നത്. എല്ലാ കാലത്തും എല്ലാ സമയത്തും ഈ ദേശത്തുള്ളവർ അദ്ദേഹത്തിൻ്റെ ഓർമ്മ നിലനിർത്തുവാൻ കടപ്പെട്ടവരാണ് എന്നുള്ള കാര്യം കൂടി മുന്നമേ ഓർമ്മിപ്പിക്കുക. അദ്ദേഹത്തിൻ്റെ ഓർമ്മ ശ്രേഷ്ഠമായി തീരട്ടെ. അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥതയിലൂടെ ഈ ദേശത്ത് കൂടുതൽ പ്രകാശങ്ങൾ പരത്തുവാൻ തക്കവണ്ണം ഇടയാക്കുകയും ചെയ്യട്ടെ എന്ന് മുന്നമേ പ്രാർത്ഥിക്കുകയാണ്. മനുഷ്യ ജീവിതത്തിൽ മറക്കേണ്ടുന്നതും ഓർക്കേണ്ടുന്നതുമായ അനേകം കാര്യങ്ങളുണ്ട്. മറവി ഒരു ശാപമായിട്ട് പലപ്പോഴും നമ്മൾ കാണുന്നുണ്ട്. ഓർക്കാത്തതിൻ്റെ പേരിൽ പലതരത്തിലുള്ള പ്രതിസന്ധികളിലൂടെയും നമ്മൾ കടന്നുപോയിട്ടുമുണ്ട്. ജീവിതത്തിൽ ഈ ഓർമ്മയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. നമുക്കറിയാം, രാവിലെ ഓഫീസിലേക്ക് പോകുന്ന ഭർത്താവ് 5 മിനിറ്റ് വൈകിയാണ് ഓടുന്നത്. അദ്ദേഹത്തിൻ്റെ ധൃതിയും വെപ്രാളവും ഒക്കെ മൂലം പല കാര്യങ്ങളും അദ്ദേഹം മറക്കുന്നുണ്ട്. കണ്ണാടി മുഖത്ത് വെച്ചിട്ട് ഭാര്യയോട് ചോദിക്കും, കണ്ണാടി എന്തിയടി എന്ന് ചോദിക്കും. ഹെൽമെറ്റ് തലയിൽ വെച്ചിട്ട് നീ എൻ്റെ ഹെൽമെറ്റ് കണ്ടോ എന്ന് ചോദിക്കും. അപ്പം അങ്ങനെ ഈ മറവി, ഓർമ്മയില്ലാത്ത പ്രശ്നം വളരെയധികം നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. നമുക്കറിയാം, ഏതെങ്കിലും ഒരു സ്ഥലത്ത് യാത്ര പോകുമ്പോൾ നേരത്തെ തന്നെ എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച് ചിട്ടയായി അച്ചടക്കത്തോടു കൂടി ക്രമീകരിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ ആ യാത്ര പോകുന്ന സമയത്ത് അതെടുത്തോ ഇതെടുത്തോ
എന്നുള്ള പ്രതിസന്ധി ഒഴിവാക്കുവാനായിട്ട് സാധിക്കും. ഈ മെത്രാസനത്തിന്റെ മുൻ മെത്രാപോലീത്ത ഭാഗ്യസ്മരണാർഹനായ അന്തോണിയോസ് തിരുമേനിയുടെ ചിട്ടയും അച്ചടക്കവും ഒന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് നന്നായി അറിയാം. എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ എല്ലാ സമയത്തും എപ്പോഴും തിരുമേനിയുടെ യാത്രയ്ക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നേരത്തെ തന്നെ ഒരുങ്ങിയിരിക്കും. എന്നിട്ട് തിരുമേനി നമ്മളെ ഇങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും, അതെടുത്തോ ഇതെടുത്തോ. തിരുമേനിയുടെ സാധനങ്ങൾ എടുത്തോ എന്നുള്ളതല്ല, നമ്മുടെ എന്തെങ്കിലും സാധനങ്ങൾ എടുത്തോ, ശുശ്രൂഷ കുപ്പായം എടുത്തോ, കറുത്ത കുപ്പായം എടുത്തോ, കാപ്പായം എടുത്തോ, ഇങ്ങനെ തിരുമേനി ഓർമ്മിപ്പിച്ചു കൊണ്ടേയിരിക്കും. എന്തിനാണെന്ന് ചോദിച്ചാൽ മറക്കാതിരിക്കാനാണ്. ജീവിതത്തിൽ അടുക്കും ചിട്ടയും ഉണ്ടാകുമ്പോൾ ഈ ഓർമ്മ വളരെ അധികം ശ്രേഷ്ഠമായി നമ്മൾക്ക് ആചരിക്കുവാനായിട്ട് സാധിക്കും. ഞാൻ ഈ ആശ്രമത്തിൽ ആയ സമയത്ത് കുറച്ചധികം കുഞ്ഞുങ്ങൾ എൻ്റെ ഒപ്പം താമസിക്കുന്നുണ്ട്. ഇപ്പോൾ വണ്ടി പൂട്ടി താക്കോല് വണ്ടി ഓഫ് ചെയ്ത് യാത്ര കഴിഞ്ഞ താക്കോല് ഇടുന്നതായിട്ടുള്ള ഒരു പ്രത്യേക സ്ഥലമുണ്ട്. അവിടെയാണ് താക്കോല് ഇടുന്നത്. ഒരു ദിവസം ഒരു വിവാഹ ശുശ്രൂഷ ആശീർവദിക്കുവാൻ പോകേണ്ടതായിട്ടുള്ള സമയം എൻ്റെ മടി മൂലം ഞാനും അല്പം കൃത്യസമയത്താണ് ഇറങ്ങാനായിട്ട് നോക്കുന്നത്. ഇറങ്ങാൻ നോക്കിയ സമയത്ത് അവിടെ താക്കോലില്ല. താക്കോൽ അന്വേഷിച്ച് ഞാനൊരു 5-10 മിനിറ്റ് കളഞ്ഞു. അത് കഴിഞ്ഞ് ഈ താക്കോല് എവിടെയാണെന്ന് കാണാൻ സാധിക്കുന്നില്ല. ആരായിരിക്കും അവസാനം ഈ വണ്ടി എടുത്തത് എന്നുള്ളതാണ് പിന്നത്തെ ആലോചന. വണ്ടി എടുത്തപ്പോൾ അദ്ദേഹം ആണ് അവസാനം വണ്ടി എടുത്തതെന്ന് മനസ്സിലായി. അദ്ദേഹം കോളേജിൽ പോയിരിക്കുകയാണ്. കോളേജിൽ ഫോൺ ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പം ഞാൻ അവിടുത്തെ പ്രിൻസിപ്പളെ വിളിച്ചു. പ്രിൻസിപ്പള് അവിടുത്തെ ക്ലാസ് ടീച്ചറെ കണക്ട് ചെയ്തു. ക്ലാസ് ടീച്ചർ കൊണ്ടുപോയി ഫോൺ കൊടുത്തു. അപ്പോഴത്തേക്കും വീണ്ടും 5-10 മിനിറ്റ് പോയിരിക്കുന്നു. 15 മിനിറ്റ് കഴിഞ്ഞു. ഞാൻ അവനോട് ചോദിച്ചു, നീ ഈ വണ്ടിയുടെ താക്കോൽ എവിടെ വെച്ചത്? അതെൻ്റെ പാൻറ്റിൻ്റെ പോക്കറ്റിലുണ്ട് എന്ന് പറഞ്ഞു. ശരി, ആ പാൻറ്റാണോ നീ ഇട്ടുകൊണ്ട് പോയിരിക്കുന്നത് എന്ന് ചോദിച്ചു. അല്ല, ഞാൻ യൂണിഫോമാണ് ഇട്ടിരിക്കുന്നത്, അവിടെ ഊരിയിട്ടിരിക്കുന്ന പാൻറ്റാണ്. അത് ശരി. അപ്പം ഞാൻ പാൻറ്റ് അന്വേഷിച്ച് പോയി. അപ്പം ആ പാൻറ്റ് എവിടെയാണ്? പാൻറ്റ് വാഷിംഗ് മെഷീൻ്റെ അകത്ത് കറങ്ങിക്കൊണ്ടിരിക്കുക. ഉടനെ തന്നെ വാഷിംഗ് മെഷീൻ ഓഫ് ചെയ്ത് അത് സ്പിന്നിലേക്കിട്ട് അതിൻ്റെ വെള്ളം മുഴുവൻ ഊറ്റി കളഞ്ഞിട്ട് വേണം ഇനി ഇത് തുറക്കാൻ. ചുരുക്കത്തിൽ 30 മിനിറ്റ് എൻ്റെ പോയി. ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ആരെങ്കിലും കല്യാണം നടത്തട്ടെ എന്ന് വിചാരിച്ച് ഞാൻ പതിയെ ഇറങ്ങാൻ, എന്തായാലും പോയി സംബന്ധിക്കാം എന്നുള്ള രീതിയിൽ അവിടെ നിന്ന് ഇറങ്ങാണ്. ഭാഗ്യത്തിന് നമ്മുടെ കല്യാണങ്ങൾ 10:30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11:15 തുടങ്ങാറില്ല. അതുകൊണ്ട് നാണം കെടാതെ കൃത്യസമയത്ത് കല്യാണം തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് അവിടെ എത്താനായിട്ട് സാധിച്ചു. പലപ്പോഴും നമ്മളെ അടുക്കും ചിട്ടയും നമ്മളെ മറവിയിലേക്ക് തന്നെയാണ് നയിക്കുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും കൃത്യമായ ഇടങ്ങൾ അത് സൂക്ഷിക്കാനായിട്ട് ഉണ്ടാകണം. തിരുമേനി അങ്ങനെയായിരുന്നു. കൊരട്ടി അരമനയിലായിരിക്കുന്ന സമയത്ത് കറണ്ട് പോയി കഴിഞ്ഞാൽ തിരുമേനിയുടെ വലത്തെ കൈ പുറകിലോട്ട് ചെല്ലും, അത് തീപ്പെട്ടിയാണ്. ഇടത്തെ കൈ പുറകിലോട്ട് ചെല്ലും, അത് മെഴുകുതിരിയാണ്. ഇത് തിരുമേനിയുടെ കസേരയുടെ പൊസിഷനിൽ ഇരുന്നാൽ കറക്റ്റ് അവിടെ കൈ എത്തിയിരിക്കും. ആരെങ്കിലും ആ തിരി അല്പം അതിൻ്റെ പൊസിഷൻ മാറ്റി വയ്ക്കുകയോ ആ തീപ്പെട്ടി അവിടുന്ന് മാറ്റി വയ്ക്കുകയോ ചെയ്താൽ കറണ്ട് പോയി കഴിഞ്ഞാൽ തിരുമേനിക്ക് തിരി കൊളുത്തുവാനായിട്ട് സാധിക്കില്ല. ഇപ്പോൾ ഭവനങ്ങളിൽ ഓരോന്നിനും പ്രത്യേകമായിട്ടുള്ള ഇടങ്ങൾ ഉണ്ടായിരിക്കണം, എങ്കിലും ഓർമ്മ നിലനിൽക്കുകയുള്ളൂ. ദൈവത്തിനും അങ്ങനെയാണ്. നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ദൈവത്തിനുള്ള ഇടം കൃത്യമായി പൊസിഷൻ ചെയ്തിരിക്കണം.
എങ്കിൽ മാത്രമേ ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ ഇങ്ങനെ സജീവമായിരിക്കുകയുള്ളൂ. ഇടങ്ങളില്ലാതായാൽ, ദൈവത്തിന് മനസ്സിന്റെ ഉള്ളിൽ, ഹൃദയത്തിന്റെ ഉള്ളിൽ ഇടങ്ങളില്ലാതായാൽ ഓർമ്മകൾ സജീവമായിരിക്കില്ല. നമ്മൾ ആബോ പിതാവിനെ ഓർക്കുന്നത് തേവലക്കര പള്ളി എന്ന് പറയുമ്പോൾ മാത്രമല്ല, തേവലക്കര പള്ളിയിലെ അംഗങ്ങളായതുകൊണ്ട് ആ പരിശുദ്ധനെ കുറിച്ചുള്ള ഓർമ്മകൾ എല്ലാ കാലത്തും സജീവമായിരിക്കണം. ദൈവത്തോടുള്ള മധ്യസ്ഥതയിൽ, ദൈവത്തോട് മധ്യസ്ഥത യാചിക്കുന്ന സമയങ്ങളിലെല്ലാം അത് സജീവമായിരിക്കണം. അത് വല്ലപ്പോഴും ഓർക്കാനുള്ളതല്ല, നമ്മൾക്ക് ആവശ്യങ്ങൾ വരുമ്പോൾ ഓർക്കാനുള്ളതല്ല. ദൈവവും അങ്ങനെയാണ്. ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ എല്ലാ കാലത്തും ഇങ്ങനെ സജീവമായിരിക്കണം. ഈ ഓർമ്മകൾ സജീവമാകുന്ന ഒരു ധ്യാനം, ദൈവം നമ്മുടെ ഉള്ളിലുള്ളതുകൊണ്ട് ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ സജീവമാകുന്ന ഒരു ധ്യാനം നമ്മുടെ ഉള്ളിൽ ഉണരട്ടെ. ഇന്നത്തെ ധ്യാനത്തിനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം തോബിതിന്റെ പുസ്തകം 1-ാം അധ്യായം 12-ാം വാക്യമാണ്. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ബൈബിള് പ്രൊട്ടസ്റ്റന്റ് ബൈബിൾ ആണെങ്കിൽ അതിലിത് നോക്കിയാൽ കാണുകയില്ല. പഴയ നിയമ കാലഘട്ടത്തിനും പുതിയ നിയമകാലത്തിനും ഇടയ്ക്ക് എഴുതപ്പെട്ട അപ്പോഗ്രിഫ ഗ്രന്ഥങ്ങൾ എന്ന് പ്രൊട്ടസ്റ്റന്റുകാർ വിളിക്കുന്ന ഉത്തരകാനോനിക ഗ്രന്ഥങ്ങളിലെ ഒരു പുസ്തകമാണ് തോബിതിന്റെ പുസ്തകം. ഇപ്പോൾ പഴയ നിയമകാലഘട്ടത്തെക്കുറിച്ചും പുതിയ നിയമകാലത്തെ കുറിച്ചുമൊക്കെ പ്രൊട്ടസ്റ്റന്റ് സ്കോളേഴ്സ് ഇതിനെക്കുറിച്ചൊക്കെ, ഇതിൻ്റെ വംശാവലിയെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞു വരുന്ന സമയത്ത്, അതിൻ്റെ ക്രോണോളജി പറഞ്ഞു വരുന്ന സമയത്ത് ഗോഡ്സ് ഹാസ് സൈലൻസ്ഡ് 300 years എന്ന് പറയും. എന്നാൽ സുറിയാനി പണ്ഡിതന്മാർ അതിനെ അംഗീകരിക്കുന്നില്ല. ആ കാലഘട്ടങ്ങളിൽ എഴുതപ്പെട്ട പുസ്തകങ്ങളാണ് ഇവ. മക്കാബിയരുടെ പുസ്തകം ഒക്കെ നമ്മൾ വായിക്കുന്നതാണ്. അതിലൊരു പുസ്തകമാണ് തോബിതിൻ്റെ പുസ്തകം. ഈ പുസ്തകത്തിലെ 1-ാം അധ്യായം 12-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മ എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു. ഈ നഫ്താലി ഗോത്രത്തിൽപ്പെട്ട ഒരാളായിരുന്നു തോബിത്. ഈ നഫ്താലി ഗോത്രത്തെ മുഴുവനായിട്ട് പിടിച്ചു കെട്ടി, അല്ലെങ്കിൽ അവരെ നിനുവയിലേക്ക് നാടുകടത്തി. അപ്പോൾ അവർ സ്വന്തം ദേശത്ത് ആയിരുന്ന സമയത്ത് പോലും ഈ നഫ്താലി ഗോത്രത്തിലെ ഭൂരിഭാഗം ആളുകളും ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിച്ചിരുന്നു. നിനുവയിലേക്ക് ഇവരെ അടിമകളായിട്ട് പിടിച്ച് കെട്ടിക്കൊണ്ടുപോരുന്ന സമയത്ത് ഈ തോബിതും അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. ഈ നിനുവേർക്കൊരു പ്രത്യേകതയുണ്ട്. അവര് ബേൽ എന്ന് പറയുന്ന ഒരു കാളക്കുട്ടിയാണ് ആരാധിച്ചിരുന്നത്. അപ്പൊ ഈ നഫ്താലി ഗോത്രത്തിൽപ്പെട്ട കുറെ ആളുകളും ഈ ബേൽ എന്ന് പറയുന്ന കാളക്കുട്ടിയെയും ആരാധിച്ചു കൊണ്ടിരുന്നു. എന്നാൽ ഈ തോബിത് മാത്രം ആദ്യഫലങ്ങളും വിളവിന്റെ ദശാംശങ്ങളും ആടുകളുടെയും കടിഞ്ഞൂലുകളുടെയും ഓഹരിയും ഒക്കെ ബലിപീഠത്തെങ്കിൽ അഹ്റോന്റെ പുത്രന്മാരായ പുരോഹിതന്മാർക്ക് ദശാംശമായിട്ട് അർപ്പിച്ചിരുന്നു. രണ്ടാമത്തെ ദശാംശം വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന എല്ലാ തുകകളും എല്ലാ വർഷവും അദ്ദേഹം യെരുശലേമിൽ കൊണ്ടുപോയി ചെലവഴിച്ചും ഇരുന്നു. മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. നിനുവയിലേക്ക് തടവുകാരായിട്ട് അവർ പോന്നപ്പോൾ അദ്ദേഹത്തിന്റെ തോബിതിന്റെ സഹോദരന്മാരായ എല്ലാവരും, അദ്ദേഹത്തിന്റെ കുടുംബത്തിലുള്ള എല്ലാവരും വിജാതികളുടെ ഭക്ഷണവും കഴിച്ചിരുന്നു. എന്നാൽ ഈ തോബിത് അതിൽ നിന്നെല്ലാം മാറി വിജാതിയരുടെ ദേവന് ബലിയർപ്പിക്കാതെ, വിജാതിയരുടെ ഭക്ഷണം കഴിക്കാതെ അദ്ദേഹത്തെ തന്നെ സൂക്ഷിച്ചു. അതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ആണ് ഈ 12-ാം വാക്യത്തിൽ പറയുന്നത്: ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മ എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു. ഇതിന് തത്തുല്യമായിട്ടുള്ള ഒരു ഭാഗം ദാനിയേൽ പ്രവചനം
1 അധ്യായം 8 വാക്യത്തിൽ കാണാം. എന്നാൽ രാജാവിൻ്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞുകൊണ്ടും തന്നെത്താൻ അശുദ്ധനാകിയില്ല എന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിരൂപിച്ചു. തനിക്ക് അശുദ്ധി ഭവിപ്പാൻ ഇടവരുത്തരുതെന്ന് ഷണ്ഡാധിപനോട് അപേക്ഷിക്കുകയാണ്. നെബൂഖദ്നേസർ രാജാവിൻ്റെ വാഴ്ചയുടെ ആദ്യ കാലഘട്ടത്തിൽ അദ്ദേഹം യെരൂശലേമിനെ നിരോധിച്ചു. അതിലുണ്ടായിരുന്ന എല്ലാ ആളുകളെയും പിടിച്ചു കെട്ടി ബാബിലോണിലേക്ക് കൊണ്ടുപോയി. ബാബേൽ പ്രവാസത്തിന്റെ പ്രാരംഭം ബാബിലോണിലേക്ക് കൊണ്ടുവന്നു. ബാബിലോണിൽ കൊണ്ടുവന്നപ്പോൾ കോമളന്മാരും സുന്ദരരൂപികളും വിദ്യാസമ്പന്നരുമായ കുറെ ചെറുപ്പക്കാരെ പിടിച്ച് അദ്ദേഹം കൊട്ടാരത്തിലെ ജോലിക്കായിട്ട് നിയോഗിച്ചു. എന്നിട്ട് അവരോട് പറഞ്ഞു, ഞാൻ കുടിക്കുന്ന അതേ പാനീയവും ഞാൻ കഴിക്കുന്ന അതേ ഭക്ഷണവും ഇവർക്കും കൊടുക്കണമെന്ന് പറഞ്ഞു. ഒരു വേർതിരിവും വേണ്ട. എന്നാൽ ദാനിയേലിന്റെ മുന്നിൽ ഈ ഭക്ഷണം കൊണ്ടു ചെന്നപ്പോൾ ദാനിയേല് പറഞ്ഞു, എനിക്ക് വേണ്ട, ഞാൻ ശാഖപദാർത്ഥങ്ങൾ മാത്രം കഴിച്ച് ജീവിച്ചു കൊള്ളാം എന്ന് പറയുകയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? ഈ ബാബിലോണിയരെ സംബന്ധിച്ചിടത്തോളം അവിടെയും ദേവൻ ബേലാണ്. അവർ ഭക്ഷണം ഉണ്ടാക്കിയതിന് ശേഷം അതിലൊരു ഭാഗം ബേൽ എന്ന് പറയുന്ന കാളക്കുട്ടിക്ക് നിവേദ്യമായിട്ട് അർപ്പിക്കും. അതിൻ്റെ ബാക്കി ഭാഗമാണ് അവിടെയുള്ള ആളുകൾ മുഴുവൻ കഴിക്കുന്നത്. അപ്പൊ അറിഞ്ഞോ അറിയാതെയോ യഹോവയാം ദൈവത്തെ മറക്കുന്നതിന് ഇടവരരുത് എന്ന് ദാനിയേൽ ഹൃദയത്തിൽ ചിന്തിക്കുകയാണ്. അതുകൊണ്ടാണ് ഷണ്ഡാധിപനോട് പറയുന്നത്, എനിക്ക് അശുദ്ധി വരുത്താൻ ഇടവരുത്തരുത്, ഞാൻ ശാഖപദാർത്ഥങ്ങൾ മാത്രം ഭക്ഷിച്ചു കൊള്ളാം എന്ന് പറയുന്നത്. അപ്പൊ ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മ എല്ലാ കാലത്തും ഇങ്ങനെ അവരുടെ മനസ്സിൽ നിലനിന്നിരുന്നു. അതുകൊണ്ട് ലോകത്തിന്റെ വിവിധ മോദങ്ങളിൽ, ആമോദങ്ങളിൽ, ആഗ്രഹങ്ങളിൽ ഒന്നും അവർ ഉൾപ്പെട്ടിരുന്നില്ല. അവരാ ദൈവവുമായിട്ടുള്ള ബന്ധത്തിന്റെ തുടർച്ചയിൽ ജീവിച്ചുകൊണ്ടേയിരുന്നു. അതിനൊരു തുടർച്ചയുണ്ടായിരുന്നു. ഇടമുറിയാതെ അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ സജീവമായിട്ട് അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അതുപോലെ ഈ തോബിത് തൻ്റെ ജീവിതത്തിൽ മറ്റൊരു ദേശത്താണ്, മറ്റൊരു ലോകത്താണ്. അവിടെ അവിടുത്തേതായിട്ടുള്ള നിയമങ്ങളുണ്ട്, അവിടുത്തേതായിട്ടുള്ള പ്രത്യേകതകളുണ്ട്. ഈ കാലഘട്ടങ്ങളിലൊക്കെ തന്നെയും തൻ്റെ യഹോവയാം ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ എപ്പോഴും അദ്ദേഹത്തിന്റെ മനസ്സിൽ നിലനിന്നിരുന്നു. എന്ന് പറഞ്ഞാൽ ഓർമ്മകൾ സജീവമായിരുന്നു. ഓർമ്മകൾ സജീവമാകുന്നിടത്ത് ദൈവം ഇടപെടും. അതുകൊണ്ടാണ് ദാനിയേല് സിംഹക്കുഴിയിലായിരുന്നപ്പോഴും അദ്ദേഹത്തിന്റെ കൂട്ടുകാര് ആയ ശദ്രക്, മേശക്, അബേദ്നെഗോവ് ഒക്കെ വലിയ തീച്ചൂളയിൽപ്പെട്ടപ്പോഴും ദൈവം അവരുടെ കൂടെ നടന്നത് അതുകൊണ്ടാണ്. എങ്ങനെ ദൈവത്തിന് ഈ മനുഷ്യനെ ഇങ്ങനെ മറക്കാനായിട്ട് സാധിക്കും? ഓർമ്മകൾ സജീവമാക്കുന്ന മനുഷ്യനെ കുറിച്ച് ദൈവത്തിന് വളരെ അധികം ശ്രേഷ്ഠമായ ചിന്തയുണ്ട്. ദൈവികമായിട്ടുള്ള ബന്ധത്തിൽ ഇങ്ങനെ ഓർമ്മകൾ നിലനിർത്തുവാൻ ദൈവം നമ്മളെ ആക്കിയിരിക്കുകയാണ്. നമ്മൾക്കറിയാം, മോദം സോയിലെ മണ്ണിൽ നിന്ന് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. അവന് ജീവിക്കുവാനുള്ളത് മുഴുവൻ ആ തോട്ടത്തിൽ ആക്കി കൊടുത്തു. ഒരായുസ് മുഴുവൻ അവൻ ഭക്ഷിച്ചു കഴിഞ്ഞാലും തീരാത്ത അത്ര കായ്ക്കനികൾ, ഫലമൂലാദികൾ ഏദൻ തോട്ടത്തിൽ ഉണ്ട്. പക്ഷെ ഒന്ന് മാത്രം അവനോട് കൽപ്പിച്ചു, ആ നടുക്ക് നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം മാത്രം നീ തിന്നരുത് എന്ന് അവനോട് പറഞ്ഞിരിക്കുകയാണ്. എന്നാൽ കുറച്ചു കാലം കഴിഞ്ഞു, ഇവനിങ്ങനെ ഈ തോട്ടത്തിൽ സഞ്ചരിക്കുകയാണ്. ഏകനായി, കൂട്ടായി, സന്തോഷത്തോടെ, ഉല്ലാസത്തോടെ അവിടുത്തെ കാഴ്ചകൾ കണ്ട് തീരുന്നില്ല. അങ്ങനെ നടക്കുകയാണ്. നടക്കുന്ന സമയത്ത് അവന്റെ കണ്ണ് ഒരു വൃക്ഷത്തിലേക്ക് ചെന്നെത്തുകയാണ്. എൻ്റെ ആഗ്രഹം
ദൈവം നിരോധിച്ച ആ ഫലത്തിലേക്ക് അവന്റെ ആഗ്രഹം വളരുകയാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തെക്കുറിച്ചുള്ള അവന്റെ ഓർമ്മകളിൽ മങ്ങലേറ്റു. ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മ ഇങ്ങനെ ഫെയ്ഡായിട്ട് വരികയാണ്. ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ മങ്ങലേൽക്കുമ്പോൾ പല കൽപ്പനകളും നമ്മൾ മറക്കും, അല്ലേ? വിവാഹകൂദാശയിൽ ഇവിടെ ഈ ബലിപീഠത്തിന്റെ മുൻപിൽ മാലാഖമാരെ ആളയച്ച് മാലാഖമാർ നിങ്ങളെ വിളിച്ചു വരുത്തി ഈ ബലിപീഠത്തിന്റെ മുമ്പാകെ കൊണ്ടുവന്ന് നിർത്തി കഴിഞ്ഞപ്പോൾ പറയുകയാണ്, ഉണ്ടില്ലേലും ഊട്ടിക്കണം, അല്ലേ? കുടിച്ചില്ലേലും കുടിപ്പിക്കണം, കരുതണം, സ്നേഹിക്കണം, പ്രേമിക്കണം, ഇതൊക്കെ പറയുകയാണ്. പക്ഷെ ഓർമ്മകൾക്ക് മങ്ങലേൽക്കുമ്പോൾ ഇതെല്ലാം നിങ്ങൾ മറക്കും. പറഞ്ഞ കാര്യങ്ങളെല്ലാം മറക്കും. പടിഞ്ഞാറേ വാതിൽ വരെ അതിനുള്ള ദൈർഘ്യമുള്ളൂ. അത് കഴിഞ്ഞ് വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ മറ്റൊരു ലോകത്ത് ജീവിക്കുന്നവരാണ്. അപ്പൊ ഈ ലോകത്തിന്റെ വിവിധങ്ങളായിട്ടുള്ള വർണ്ണങ്ങൾ ഈ ആദാമിലേക്ക് പ്രവേശിച്ചപ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മകളിൽ അവനെ മങ്ങലേറ്റു. അവന്റെ ആഗ്രഹങ്ങൾ വിലക്കപ്പെട്ട ആ കനിയിലേക്ക് അവനെ കൊണ്ടുവന്നെത്തിക്കുകയാണ്. ദൈവം അടിച്ച് പുറത്താക്കി അവനെ. നിങ്ങൾ അടിച്ച് പുറത്താക്കി എന്ന് പറയുമ്പോൾ ദൈവം മനുഷ്യനെ മറന്നു എന്ന് തെറ്റിദ്ധരിക്കരുത്. ദൈവം മനുഷ്യനെ അവിടെ ഓർക്കുകയാണ്. ആദാം ഏദൻ തോട്ടത്തിൽ നിന്ന് ഇറങ്ങിപ്പോരുമ്പോൾ ദൈവം ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അവൻ നടന്നു പോകുന്നത് ദൈവം ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. നമ്മുടെ വീട്ടിലൊക്കെ പിള്ളേരെ വളർത്തും. പിള്ളേരുണ്ടായി കഴിയുമ്പോൾ ഏറ്റവും ആദ്യം ഈ മക്കളെക്കുറിച്ച് സ്വപ്നം കാണുന്ന ആരാണ്? മാതാപിതാക്കളാണ്. അവൻ എങ്ങനെ വളരണം, അവൻ ആരായി തീരണം, അവൻ എന്തായി തീരണം എന്ന് മാതാപിതാക്കൾ ഇങ്ങനെ സ്വപ്നം കാണുകയാണ്. അപ്പൊ അവൻ പ്രായപൂർത്തിയായി, അവൻ നല്ല വിദ്യാഭ്യാസം കിട്ടി, അവനൊരു നല്ല ജോലിയൊക്കെ കിട്ടി. അപ്പൊ മാതാപിതാക്കളുടെ അടുത്ത സ്വപ്നം എന്താണ്? അവനൊരു നല്ല പെണ്ണിനെ കണ്ടുപിടിക്കണം എന്നുള്ളതാണ് സ്വപ്നം. അങ്ങനെ അവർ പല സ്ഥലത്തും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മോൻ ഒരു പെണ്ണിനെയും കൂട്ടിക്കൊണ്ട് വീട്ടിലോട്ട് വരികയാണ്. ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പന്റെ പ്രതികരണം എന്തായിരിക്കും? അന്ന് കുറച്ച് ബഹളമൊക്കെ നടത്തി. ബഹളത്തിന്റെ ഒടുവിൽ മകൻ വീട്ടിൽ നിന്ന് സ്വന്തം സാധനങ്ങളൊക്കെ എടുത്ത് ഇറങ്ങി പോവുകയാണ്. ബാഗൊക്കെ തൂക്കിയിട്ട് ഭാര്യയുടെ കൈയും പിടിച്ച് അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. അപ്പൊ അമ്മ എന്ത് ചെയ്യും? അമ്മ ആ ഉമ്മറപ്പടിയിൽ മോനെ കാത്ത് മോൻ പോകുന്നതും നോക്കി അങ്ങനെ നിൽക്കും. അപ്പനകത്ത് കയറിയിരിക്കും. അപ്പനകത്ത് കയറിയിരുന്നിട്ട് ആ ജനലിന്റെ പാളി ഒന്ന് പതിയെ തുറന്ന് അതിൻ്റെ അകത്തുകൂടി ഇങ്ങനെ നോക്കും. നൊമ്പരങ്ങളേറെയാണ്. ഹൃദയം പൊട്ടുന്നുണ്ട്, കരയുന്നുണ്ട്, കണ്ണുനീര് ഒഴുകുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ അമ്മ കയറി വരും നടുത്തളത്തിലേക്ക്. അപ്പം അപ്പനും വരും. അപ്പം കണ്ണൊക്കെ തുടച്ച് കരഞ്ഞില്ല എന്ന് വരുത്തി തീർക്കാൻ. അമ്മ പറയും, നിങ്ങളൊന്ന് വിളിച്ചിരുന്നെങ്കിൽ അവൻ തിരിച്ചു വരുമായിരുന്നു എന്ന്. പോണെങ്കിൽ പോട്ടടി, നമുക്ക് ദൈവം കൂട്ടായിട്ടുണ്ട് എന്ന് അപ്പൻ പറയും. പിന്നീട് അവരുടെ മനസ്സിന്റെ ഉള്ളിൽ ഓരോ നിമിഷങ്ങളിൽ, ഓരോ യാമങ്ങളിൽ സ്വന്തം മക്കളെ കുറിച്ചുള്ള അവർ നെയ്തെടുത്ത സ്വപ്നങ്ങൾ, അവൻ കുഞ്ഞിക്കാല് ചവിട്ടിയ ഭവനത്തിൽ നടക്കുമ്പോൾ മുതൽ ഓർമ്മകൾ ഇങ്ങനെ തികട്ടി വരികയായിരിക്കും. അതിനെക്കുറിച്ചുള്ള ധ്യാനം അവരുടെ മനസ്സിലിങ്ങനെ ഉണരുകയായിരിക്കും. ഇവിടെ ദൈവം മനുഷ്യനെ ഈ ഭൂമിയിൽ സൃഷ്ടിക്കുമ്പോൾ, മണ്ണുകൊണ്ട് മെനഞ്ഞുണ്ടാക്കുമ്പോൾ എന്തെല്ലാം സ്വപ്നങ്ങൾ കണ്ടിരിക്കും. ആ സ്വപ്നങ്ങളുടെ ഒരു ബാക്കി പത്രമല്ലേ മനുഷ്യന്റെ ശരീരം, ഇത്ര സങ്കീർണമായിട്ടുള്ള ശരീരം. ആ മനുഷ്യനെ കുറിച്ച് ദൈവം കണ്ട സ്വപ്നങ്ങളെല്ലാം തകർത്തെറിഞ്ഞ് ഈ മാതാവും പിതാവും ഏദൻ വിട്ടിങ്ങനെ ഇറങ്ങുകയാണ്. ദൈവം ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അവരെ ചവിട്ടി പോകുന്ന കാലടികൾ ദൈവം നോക്കി നിന്ന് ദൈവം ഒരു തീരുമാനമെടുത്തു. ഇന്ന് ഈ സമയം മുതൽ ഏദനിൽ അതിരുകെട്ടി അവിടെ ഒരു കാവൽ മാലാഖയെ നിർത്തണം.
ഒരു മാലാഖയെ അവിടെ കാവലായിട്ട്, മാലാഖമാരെ അവിടെ കാവലായിട്ട് നിർത്തിയാണ്. നിങ്ങൾ ഇതുവരെ കേട്ടത് എന്താണ്? എന്തിനാണ് മാലാഖയെ അവിടെ കാവൽ നിർത്തിയതെന്നാണ് നിങ്ങൾ ഇതുവരെ കേട്ടിരിക്കുന്നത്? മനുഷ്യവർഗം അതിലേക്ക് പ്രവേശിക്കാതിരിക്കാൻ അല്ലേ? ആദാം അതിലേക്ക് പ്രവേശിക്കാതിരിക്കാൻ ദൈവം അവിടെ വേലി കെട്ടി തിരിച്ച് മാലാഖമാരെ ഏൽപ്പിച്ചു എന്നായിരിക്കും. പക്ഷെ ആ ഒരു ധ്യാനത്തിൽ നിന്ന് അല്പം മാറി ധ്യാനിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ദൈവം അവര് ചവിട്ടി ഇറങ്ങിയ കാൽപാദങ്ങൾ മാഞ്ഞു പോകാതിരിക്കാൻ ദൈവം അവിടെ കാവലേർപ്പി. കാറ്റടിക്കുമ്പോൾ പുഴികൾ വന്ന പാദങ്ങൾ മൂടിപ്പോകാൻ സാധ്യതയുണ്ട്. അത് മൂടിപ്പോകാതിരിക്കാൻ, ആ പാദത്തിന്റെ അടയാളങ്ങൾ മാഞ്ഞു പോകാതിരിക്കാൻ ദൈവം അവിടെ കാവൽ ഏർപ്പെടുത്തുകയാണ്. ദൈവത്തിന് മനുഷ്യനെ കുറിച്ചുള്ള ഓർമ്മകൾ സജീവമാണ്. അല്ലെങ്കിൽ ഒരു പുത്രനെ ഈ ലോകത്തിലേക്ക് അയക്കേണ്ട കാര്യമുണ്ടോ? അങ്ങനെ ആ പുത്രനെ, മനുഷ്യനോടുള്ള സ്നേഹം മൂലം മനുഷ്യനെ കുറിച്ചുള്ള ഓർമ്മകൾ സജീവമായതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? പുത്രനെ ലോകത്തിലേക്ക് അയച്ചു. അവൻ പരസ്യ ശുശ്രൂഷയുടെ പരിസമാപ്തിയിൽ ഒരു ക്രൂശാകുന്ന ബലിപീഠത്തിൽ ബലിയർപ്പിക്കപ്പെടുകയാണ്. കൂടെ 2 കള്ളന്മാരും. അതിലൊരു കള്ളന് ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ സജീവമായതുകൊണ്ട് അദ്ദേഹം ആ ഓർമ്മ സമസ്ത ലോകത്തോടും വിളിച്ചു പറഞ്ഞു, ദൈവമേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർക്കണമേ എന്ന് അദ്ദേഹം നിലവിളിച്ചു. ഓർമ്മകൾ സജീവമായതുകൊണ്ടാണ്. ദൈവത്തെ അദ്ദേഹത്തിന് നന്നായി അറിയാം, മറ്റാരേക്കാളും. അതുകൊണ്ട് ഇനി മുതൽ അദ്ദേഹത്തെ കള്ളൻ എന്ന് വിളിക്കേണ്ട, നമ്മൾക്ക് മനുഷ്യൻ എന്ന് വിളിക്കാം. നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർക്കണമേ എന്ന് പറയുകയാണ്. ദൈവം എന്ത് പറഞ്ഞു? നീ എന്നോടുകൂടി ഇന്ന് പറുദീസയിലായിരിക്കുമെന്ന് പറഞ്ഞു. ഈ ഭാഗത്തെക്കുറിച്ച് മഹാനായ അപ്രേം മൽപ്പാൻ ഒരു കീർത്തനം എഴുതിയിട്ടുണ്ട്. ഒരു സൂഗീസോയുടെ രൂപത്തിൽ ഉള്ള കീർത്തനമാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. അത് നമുക്ക് ദുഃഖശനിയാഴ്ച രാത്രി നമസ്കാരത്തിന്റെ ഭാഗങ്ങളിൽ അത് കണ്ടെത്താനായിട്ട് സാധിക്കും. കള്ളൻ മരിച്ചു, അദ്ദേഹം ഏദനിലേക്ക് വരികയാണ്, പറുദീസയിലേക്ക് വരികയാണ്. അപ്പൊ ആരവിടെ നിപ്പുണ്ട്? നേരത്തെ പറഞ്ഞ മാലാഖ അവിടെ നിപ്പുണ്ട്. അപ്പൊ അവനോട് പറയുകയാണ്, നിന്നെ ആരാ ഇവിടെ കൊണ്ടുവന്നത്? നീ ഒരു കള്ളനല്ലേ, നീ ഒരു നിണദാഹിയല്ലേ, നിന്നെ ആര് ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചു എന്ന് ചോദിക്കുകയാണ്. കള്ളനൊന്നും ഉത്തരം പറയുന്നില്ല. നീ തസ്കരനാണ്, നീ പിടിച്ചുപറിക്കാരനാണ്, നീ ഭൂമിയിൽ ക്ഷുദ്രപ്രവർത്തികൾ നടത്തിയിട്ടുള്ളവനാണ്, അങ്ങനെ പലതരത്തിലുള്ള ആരോപണങ്ങൾ പറയുന്നുണ്ട്. എന്നിട്ടും കള്ളൻ ഒരു കുലുക്കവും ഇല്ല. അപ്പൊ പറയാണ്, നീ താഴോട്ട് നോക്കിക്കേ, അവിടെ കത്തുന്ന അഗ്നി ഉണ്ട്, അഗ്നി സമമായിട്ടുള്ള വാൾ എൻ്റെ കയ്യിലുണ്ട്, അത് ചുറ്റിത്തിരി നിന്നെ തുണ്ടം തുണ്ടമാക്കി മാറ്റുമെന്നൊക്കെ മാലാഖ ഈ കള്ളനോട് പറയുന്നുണ്ട്. അപ്പോ അതിൻ്റെ ഏറ്റവും ഒടുവിലായിട്ട് രണ്ടുപേരും സൂഗീസോ ആണ്, രണ്ടുപേരും തമ്മിലുള്ള സംഭാഷണമാണ് സൂഗീസോയുടെ മർമ്മം. ഇതിൻ്റെ ഏറ്റവും ഒടുവിലായിട്ട് മാലാഖ ഇങ്ങനെ പാടുകയാണ്, ഏതെനിലേറും പാദങ്ങൾ നൂതന ദൃശ്യം ഞാൻ കണ്ടു, നിഷ്കാസിതനായി പോയോ നാം ആദാമിൻ പാദങ്ങൾ താൻ. കള്ളന് മിണ്ടാൻ പറ്റുന്നില്ല ഇതെല്ലാം കേട്ടിട്ട്. ഏറ്റവും ഒടുവിലായിട്ട് കള്ളൻ തൻ്റെ കയ്യിലിരുന്ന വജ്രായുധം എടുക്കുകയാണ്. ഇങ്ങനെ വരുന്ന ഒരു ദൃശ്യം ഞാൻ കണ്ടു, ആദാമ്യവർഗം തിരിച്ച് ഈ ഏദനിലേക്ക് വരുന്നത് ഞാൻ കണ്ടു എന്ന് പറയുകയാണ്. അപ്പൊ കള്ളനെ ഒരു അടിയെടുത്ത് ഒരു കാൽപാദം മുന്നോട്ട് വെക്കുകയാണ്. ഇനി നീ ഒരു നിമിഷം മുന്നോട്ടാഞ്ഞാൽ ഈ
ചുറ്റിത്തിരിയുന്ന വാള് നിന്റെ ജീവൻ എടുക്കുമെന്ന് പറയുകയാണ്. അപ്പൊ കള്ളം പറയാണ്, എന്നെ നയിക്കും പുത്രൻ താൻ, കുരിശിനെ ഞാൻ കൈ വെടികില്ല, സത്യമായുഗ്ര ശ്ലീബായാൽ ഏതനിലേറും തടവന്നേ. ശ്ലീബായെ കുറിച്ച് അവിടെ മാലാഖയെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ മാലാഖയുടെ ഉള്ളിൽ സ്ലീബായെ കുറിച്ചുള്ള, കർത്താവിന്റെ ബലിപീഠമാവുന്ന സ്ലീബായെ കുറിച്ചുള്ള എല്ലാ ഓർമ്മകളും സജീവമാണ്. അതുകൊണ്ട് മാലാഖ പാടുകയാണ്, കയ്യിൽ ഞാനേന്തിയതീവാൾ സ്കീപ്പാമൂലം നിർമൂലം, പ്രത്യാഗതരേ തടവന്നേ, തോപ്പിൻ പൂകിൻ സാമോദം. അന്ന് ആ പറുദീസായുടെ വാതായനങ്ങൾ തുറക്കപ്പെട്ടു. അതുകൊണ്ടാണ് സ്ലീബ താക്കോലാം എന്ന് പാടുന്നത്. സ്ലീബ എന്ന് പറയുന്ന അടയാളം കള്ളൻ അവിടെ ചൊല്ലിയപ്പോൾ ഈ ചുറ്റിത്തിരിയുന്ന വാൾ നിർമൂലമായി. അത് ഉപയോഗിക്കാൻ പറ്റാത്ത അത്ര രീതിയിൽ ആയിപ്പോയി. എന്നിട്ട് ഈ പറുദീസായുടെ വാതായനങ്ങൾ തുറക്കുകയാണ്. ഇനി കള്ളൻ പോയത് വഴി ഏതായിരിക്കും? കള്ളൻ പോയ വഴി ഏതായിരിക്കും? കള്ളൻ ഏദനിലേക്ക് കയറിയ വഴി ഏതായിരിക്കും? പറന്ന് ആലോചിച്ച് നോക്കിയേ, ധ്യാനിച്ചു നോക്കിയേ. ആദാം ഇറങ്ങിപ്പോയ, ചവിട്ടിപ്പോയ അതേ പാദങ്ങൾ ചവിട്ടിയാണ് കള്ളനകത്ത് പ്രവേശിക്കുന്നത്. ഇപ്പൊ ദൈവത്തിന് മനുഷ്യരെ കുറിച്ചുള്ള ഓർമ്മകൾ ഇങ്ങനെ സജീവമാണ്. അത് പിതാക്കന്മാര് തങ്ങളുടെ കീർത്തനങ്ങളിൽ ഇങ്ങനെ ഊട്ടി ഉറപ്പിക്കുകയാണ്. ശ്രേഷ്ഠമായ ദൈവികമായിട്ടുള്ള ആരാധനയിൽ ദൈവത്തെ ഇങ്ങനെ നമ്മൾ ഓർമ്മിച്ചുകൊണ്ടേയിരിക്കണം. ദൈവത്തെ ഓർമ്മിക്കുവാനായിട്ട് ഹൃദയങ്ങളിൽ കൃത്യമായ ഇടങ്ങൾ നമ്മൾക്ക് ഉണ്ടായിരിക്കണം. സഭയെക്കുറിച്ചും ദൈവത്തിന് അങ്ങനെയാണ്. സഭയെക്കുറിച്ച് ദൈവത്തിനുള്ള ഓർമ്മകൾ സജീവമാണ്. നമ്മൾ വിവാഹ കൂദാശയിലെ ഒരു ഗീതം പാടുന്നുണ്ട്, സഭയാം തിരുസഭയാമീ ഞാൻ എന്ന് പറയുന്ന ഒരു ഗീതം. അത് അപ്രേം എഴുതിയതാണ്. ഇങ്ങനെ ആശയസമ്പുഷ്ടമായ കീർത്തനങ്ങൾ ഭൂരിഭാഗവും അപ്രേമിന്റെ സംഭാവനയാണ് ആരാധനയിൽ. ഇപ്പൊ സഭ ആരാണ്? ക്രിസ്തുവിന്റെ മണവാട്ടിയാണ്. ഇതൊക്കെ കഥയൊക്കെ നമുക്ക് അറിയാലേ. സഭ ക്രിസ്തുവിന്റെ മണവാട്ടിയാണ്. വിജാതീയ പുത്രിയായ സഭയെ തനിക്ക് മണവാട്ടിയായി ക്രിസ്തു സ്വീകരിക്കുകയാണ്. ഇനി അപ്രേമിന്റെ ഓർമ്മ, അപ്രേമിന്റെ ധ്യാനം ഈ മണവാട്ടിയെക്കുറിച്ച് ഇപ്രകാരമാണ്. മണവാളന്റെ ചരിതം കേട്ടപ്പോൾ, മണവാളനെ കുറിച്ച് കേട്ടപ്പോൾ ഈ മണവാട്ടിയിൽ മണവാളനെ കുറിച്ച് അനുരാഗാഗ്നി ഉണ്ടായി. അനുരാഗം പൂണ്ടുവെന്ന്. അവൾ എന്നിട്ട് മണവാളനെ അന്വേഷിച്ച് ഇങ്ങനെ പുറപ്പെടുകയാണ്. ആദ്യം ബേത്ലഹേമിൽ ചെന്നു. അപ്പൊ പറഞ്ഞു, അവൻ മിസ്രൈമിൽ പോയി എന്ന് പറഞ്ഞു. സന്തോഷത്തോടുകൂടി, വളരെ ആനന്ദത്തോടെ അവൾ ഓടി മിസ്രൈമിലേക്ക് ചെന്നു. മിസ്രൈമിൽ ചെന്നപ്പോൾ പറഞ്ഞു, അവൻ ഗലീലയിലെ നസറേത്തിലേക്ക് പോയി എന്ന് പറഞ്ഞു. അപ്പോ നസറേത്തിൽ നിന്ന് അവൾ വീണ്ടും യോർദാനിലേക്ക് ചെല്ലുകയാണ്. അപ്പൊ അവിടെ ഒരു ചെറിയ വിരുന്ന് നടക്കുകയാണ്. അവിടെ മണവാളനുണ്ട് എന്നറിഞ്ഞു യോർദാനിൽ. അവിടെ ചെറിയൊരു വിരുന്ന് നടക്കുന്നു. ശിഷ്യന്മാർ അവൾക്ക് ഭാവം മാറ്റിയ വീഞ്ഞൊക്കെ ഏകുകയാണ്. എന്നിട്ട് ശിഷ്യന്മാര് പറയുകയാണ്, ആരെ നീ തേടുന്നുവോ, നിന്റെ ആ കാന്തൻ മരുഭൂവിലേക്ക് പോയി എന്ന് പറയാണ്. അങ്ങനെ കടലും കരയും താണ്ടി ആ ശൂന്യാരണത്തിലേക്ക് അവള് ചെല്ലുകയാണ്. അവിടെ ജനമധ്യത്തിൽ അവനെ തേടി. പക്ഷേ അവിടെയും തൻ്റെ പ്രിയനായിട്ടുള്ള കാന്തനെ കണ്ടെത്തുവാനായിട്ട് അവൾക്ക് സാധിച്ചില്ല. അന്നേരം പറയുകയാണ്, അവൻ സീയോനിലേക്ക് പോയി എന്ന്. മണവാളനെ കണ്ടിട്ടില്ല, കാന്തനെ കണ്ടിട്ടില്ല, അവനെ അന്വേഷിച്ച് പോവുകയാണ്. സിയോനിൽ ചെന്നു. സിയോനിൽ ചെന്നപ്പോൾ
യൂതന്മാർ അവളോട് പറഞ്ഞവൻ ഗോകുൽത്തായിലേക്ക് പോയി എന്ന് പറഞ്ഞു. ഗോകുൽത്തായിൽ ചെന്നപ്പോൾ അവിടെ കുരിശുകൾ മാത്രമാണ് കാണുന്നത്. ആ കുരിശിൽ കെട്ടിപ്പിടിച്ച് തലയും താങ്ങി തേങ്ങി തേങ്ങി ഈ മണവാട്ടി കഴിയാണ്. അപ്പോ മാലാഖ വന്ന് അവളോട് പറയുകയാണ്, ദൂതൻ വന്ന് അവളോട് പറയുകയാണ്, നിന്റെ മണവാളൻ മണവറയാം കബറിൽ നിന്ന് എഴുന്നേൽക്കും. യൂതന്മാര് അവനെ കബറിൽ വെച്ചിരിക്കുകയാണ്. നിന്റെ മണവാളൻ മണവറയാം കബറിൽ നിന്ന് എഴുന്നേൽക്കും എന്ന് പറയുകയാണ്. വളരെ സന്തോഷത്തോടു കൂടി അവൾ ആ ക്രൂശിനെ ചുംബിച്ച് അവിടെ നിന്ന് എഴുന്നേൽക്കുകയാണ്. അങ്ങനെ മണവാളനെ കാണാതെ കുരിശിനെ തഴുകി ചുംബിച്ച് കുരിശിനെ വരണം ചെയ്ത ഈ മണവാട്ടിയോട്, ഈ സഭയോട് ദൈവത്തിന്റെ ഓർമ്മകൾ സജീവമായതുകൊണ്ട്, ദൈവത്തിന്റെ പരിശുദ്ധ സഭയെക്കുറിച്ചുള്ള ഓർമ്മകൾ സജീവമായതുകൊണ്ട് ദൈവത്തിനൊരു വാഗ്ദാനമുണ്ട്. അതും അപ്പുറമാണ് പാടിയിരിക്കുന്നത്. വിശ്വസ്ത സഭയെ, ഭയക്ലേശങ്ങൾ ലേശം വേണ്ട. അപരനെ നീ മോഹിക്കാത്തതിനാൽ നിന്നെ ഞാൻ കൈവിടുകയില്ല. പാരും വാനും ലോകം മുഴുവൻ അവസാനിച്ചു പോയാലും താതാത്മ വിമലാത്മ ഗേഹത്തിൽ നിന്നെ ഞാൻ പാർപ്പിക്കും എന്ന് പറയുകയാണ്. ദൈവത്തിന് പരിശുദ്ധ സഭയെക്കുറിച്ചുള്ള ഓർമ്മകൾ സജീവമാണ്. അതുകൊണ്ട് പരിശുദ്ധ സഭയെ ദൈവം ഒരു നാളും കൈവിടുകയില്ല. ഇനിയും മുന്നോട്ട് നടന്നു നീങ്ങിയാൽ ഓർമ്മകൾ സജീവമായ അനേകം ആളുകളെ കാണാം. ഈ ഓർമ്മകൾ ചിലർക്ക് ഉപബോധ മനസ്സിൽ മാത്രമുള്ളതാണ്. ചില സാഹചര്യങ്ങളിൽ അത് ഉയർന്നു പൊങ്ങുവാൻ മാത്രമായിട്ട് ഉള്ളതാണ്. നമുക്ക് മുടിയനായ പുത്രന്റെ ആ കഥയിലേക്കൊന്ന് പ്രവേശിക്കാം. ഒരപ്പനും മക്കളും, 2 മക്കളും അമ്മയും ഒക്കെ കൂടി ചേർന്ന് സന്തുഷ്ടമായി ജീവിക്കുന്ന ഒരു കുടുംബം. നല്ല സ്വാതന്ത്ര്യമുള്ള ഭവനം, അത്യാവശ്യം സാമ്പത്തികമുള്ള ഭവനം, സ്നേഹം വിളമ്പുന്ന ഒരു ഭവനം. പക്ഷെ ഇതില് ഒരു മോന് തോന്നുകയാണ് ഇച്ചിരി കൂടെ കൂടുതൽ സ്നേഹം കിട്ടിയാൽ നല്ലതായിരുന്നു, കുറച്ചും കൂടി ധനമുണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു, കുറച്ചുകൂടി സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നൊക്കെ മോന് തോന്നുകയാണ്. കുറെ കാലമായി ഇങ്ങനെ പഴഞ്ചൻ സ്നേഹം, അമ്മയുടെ അപ്പൻ്റെയും സ്നേഹം പഴഞ്ചൻ സ്നേഹമാണെന്നാണ് പിള്ളേർ പറയുന്നത്. സ്വാതന്ത്ര്യം വളരെ കുറവാണ് എന്നാണ് പറയുന്നത്. നീ ധനമാണെങ്കിലോ പിശുക്കനും പിശുക്കത്തിയാണെന്നാണ് പറയുന്നത്. ഈ മോനും അങ്ങനെ ഉണ്ടായി. മോൻ ചെന്ന് അപ്പനോട് പറഞ്ഞു, ഞാൻ പുതിയൊരു ജീവിത സാഹചര്യം കണ്ടെത്തിയിരിക്കുന്നു, ഞാനത് തേടി പോവുകയാണ്, എനിക്ക് എൻ്റെ ഓഹരി വേണമെന്ന് പറഞ്ഞു. അപ്പൻ എന്ത് ചെയ്തു? പെട്ടെന്ന് തന്നെ ഓഹരി കൊടുത്തു. അപ്പൻ്റെ അമ്മയുടെയും സ്വത്തിലേക്ക് നോക്കിയിരുന്ന് കോങ്കണ്ണ പിടിക്കുന്ന മക്കളുള്ള കാലഘട്ടത്തിൽ ജീവിക്കുന്ന മാതാപിതാക്കൾക്കും ഒരു ഉദാഹരണമാണിത്. ചോദിച്ച ഉടനെ തന്നെ എഴുതി അങ്ങ് കൊടുത്തു. അവനത് വിറ്റ് കിട്ടിയ പണം കൊണ്ട് അവൻ വലിയൊരു യാത്ര പോവുകയാണ്. നമുക്കറിയാം, യാത്ര പോകുമ്പോൾ വീട്ടിൽ ജീവിക്കുന്ന പോലെ അത്യാവശ്യം ചെലവാകും. കയ്യിലിരുന്നത് മുഴുവൻ ചിലവാക്കി അവൻ യാത്ര ചെയ്യണം. അവൻ അനേകം സുഹൃത്തുക്കളെ തേടി, അനേകം സുഹൃത്തുക്കളെ അവന് കിട്ടി. സ്വാതന്ത്ര്യത്തിന്റെ ഒരു പുതിയ തലം അവനിലുണ്ടായി. സ്നേഹത്തിന്റെ ഒരു പുതിയ ഭാവം അവൻ കാണുകയാണ്. ധനത്തിന്റെ ചിലവഴിക്കുന്ന ഒരു നവീന രീതി അവൻ കണ്ടെത്തുകയാണ്. ഇതൊന്നും അധികം കാലം നിലനിൽക്കുകയില്ല. ശാശ്വതമായി നിലനിൽക്കുന്നെങ്കിൽ ഓർമ്മകൾ സജീവമാകണം. ഈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നുരഞ്ഞു വന്നുന്ന ഓർമ്മകൾ ഒന്നും ഒരിക്കലും നമ്മുടെ ഉള്ളിൽ നിലനിൽക്കുകയില്ല. അപ്പൊ അവൻ യാത്ര ചെയ്യുകയാണ്. ഭവനത്തെ, മാതാവിനെ, പിതാവിനെ, സഹോദരനെ ഉപേക്ഷിച്ചവൻ യാത്ര ചെയ്ത് തൻ്റെ കയ്യിലുള്ളതെല്ലാം ശൂന്യമാക്കി തീർത്തു. അവൻ പരമദരിദ്രനായി മാറി. വിശപ്പുണ്ട്, ദാഹമുണ്ട്, ഒന്നും അവന് ലഭിക്കുന്നില്ല. അവസാനം അവൻ ചിന്തിക്കുകയാണ്, എന്താണ്? തൻ്റെ അപ്പൻ്റെ ഭവനത്തിൽ എത്രയോ ശ്രേഷ്ഠകരമാണ് ജീവിതം.
അന്നേരമാണ് അവന് ഓർമ്മകൾ, ചില സാഹചര്യങ്ങളിൽ മാത്രമാണ് അവന്റെ ഓർമ്മകൾ, തൻ്റെ അപ്പന്റെ ഭവനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ അവനിൽ നുരഞ്ഞു പൊന്തുന്നത്. ഇന്ന് പിള്ളേരാരുമില്ല. ഈ ലൈവിൽ കേൾക്കുന്ന മക്കളുണ്ടെങ്കിൽ ഒരു കാര്യം ഓർക്കുക, മാതാപിതാക്കളെ കുറിച്ചുള്ള ഓർമ്മകൾ സജീവമാവുന്ന മക്കളെ ഈ ലോകത്ത് ഗതി പിടിക്കുകയുള്ളൂ. നിങ്ങളെ അമ്മയുടെ കാല് കണ്ടിട്ടുണ്ടോ? അമ്മയുടെ കാലിനൊക്കെ നല്ല സൗന്ദര്യം ഉണ്ടാവും. അപ്പന്റെ കാല് കണ്ടിട്ടുണ്ടോ? അപ്പന്റെ കാലിന് വലിയ സൗന്ദര്യമൊന്നും ഉണ്ടാകുകയില്ല. അതൊക്കെ ഇങ്ങനെ വിണ്ട് കീറി, അതിങ്ങനെ നഖമൊക്കെ ഉന്തി, വളരെ വികൃതമായിരിക്കും അപ്പന്റെ കാലുകൾ. അതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, ഈ മക്കളെ ഈ കുടുംബം വളർത്താൻ അപ്പൻ നടന്ന് നീങ്ങിയ കഷ്ടതകളുടെ, പ്രതിസന്ധികളുടെ അടയാളമാണ് അവിടെ, അല്ലേ? ഇപ്പൊ ഏതെങ്കിലും കാലഘട്ടത്ത് മക്കള് അപ്പൻ കിടന്നുറങ്ങുന്ന സമയത്ത് ആ പുതപ്പൊന്ന് പൊക്കി നോക്കണം. ഇപ്പൊ കാണാം അപ്പൻ നമ്മൾക്ക് വേണ്ടി നടന്ന് നീങ്ങിയ വഴികളുടെ അടയാളങ്ങൾ. മക്കൾ എവിടെയെങ്കിലും പോകുമ്പോൾ അപ്പനും അമ്മയും എന്ത് ചെയ്യണം? മക്കളെ അനുഗ്രഹിക്കണം. പഴയ കാലത്തൊക്കെ അങ്ങനെ ചെയ്യായിരുന്നു, അല്ലേ? പ്രാർത്ഥിക്കുമായിരുന്നു, മക്കളെ നന്നായി വരിക എന്ന് പറഞ്ഞ് മക്കളെ അനുഗ്രഹിക്കുമായിരുന്നു. ഇപ്പൊ അനുഗ്രഹം എവിടെ മാത്രമാണ്? കല്യാണത്തിന് മാത്രമാണ്. അതും ചൊവ്വനെ നേരെ ചെയ്യാൻ അറിയത്തില്ല. ദക്ഷിണയൊക്കെ കൊടുത്തിട്ട് മക്കൾക്ക് എന്ത് ചെയ്യും? ഈ ദക്ഷിണ കൊടുക്കുന്നിട്ട് അപ്പൻ മക്കളുടെ കാല് തൊട്ടി വണങ്ങും, അല്ലേ? നമ്മൾ വീഡിയോയിലൊക്കെ കാണാറുണ്ട്. തിരിച്ചാണ് ചെയ്യേണ്ടത്. പക്ഷെ ധൃതിയാണ്, വെപ്രാളമാണ്, ഓർമ്മപ്പശകാണോ എന്താണെന്ന് അറിയത്തില്ല. അപ്പൻ വന്ന് മക്കളുടെ അനുഗ്രഹം മേടിക്കും. ഇപ്പൊ എവിടെയെങ്കിലും മക്കൾ വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ ഒന്ന് പ്രാർത്ഥിച്ച് അവരെ അനുഗ്രഹിച്ച് വിടണം. കാശൊന്നും നിങ്ങൾ കൊടുക്കേണ്ട. യാക്കോബിന് ഇസഹാക്ക് എന്തെങ്കിലും കാശ് കൊടുത്തോ? ഒന്നും കൊടുത്തില്ല. പൂർവികന്മാരിൽ നിന്ന് അദ്ദേഹം പ്രാപിച്ചെടുത്ത ആ ദൈവികമായിട്ടുള്ള സമ്പത്താകുന്ന അനുഗ്രഹമാണ് അടുത്ത തലമുറയിലേക്ക് പകർന്നത്. നമ്മുടെ തലമുറകൾ നഷ്ടപ്പെടാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ സജീവമല്ല അവരുടെ ഉള്ളിൽ. അതുകൊണ്ട് ഭവനത്തെക്കുറിച്ചുള്ള ഓർമ്മകളും സജീവമല്ല. മാതാപിതാക്കളെ അവർ ഓർക്കുന്ന പോലുമില്ല. മാതാപിതാക്കളുടെ അനുഗ്രഹം അവരുടെ കൂടെ ഇല്ലാത്തതുകൊണ്ട് മാതാപിതാക്കളെ അവർ ഓർക്കുന്നത് പോലെ ഈ മകൻ മാതാപിതാക്കളെ എല്ലാം ഉപേക്ഷിച്ച് വിദൂരദേശത്തായിരിക്കുകയാണ്. അവന് തോന്നുകയാണ് തൻ്റെ അപ്പന്റെ ഭവനം എത്രയോ ശ്രേഷ്ഠമാണ്. നിങ്ങളൊന്ന് ആലോചിച്ചേ, മകൻ ദൂരേന്ന് ഇങ്ങനെ വരികയാണ്. ആരാദ്യം കണ്ടത്? അപ്പം കണ്ടു. കോലമൊക്കെ മാറി, മുടിയൊക്കെ വളർന്ന്, താടിയൊക്കെ സന്യാസിമാരെക്കാട്ടിലും ബോറായിട്ടാണ് മകൻ വരുന്നത്. പക്ഷെ മകനെ ദൂരെ നിന്നേ അപ്പൻ തിരിച്ചറിഞ്ഞു. അതിന്റെ കാരണം എന്താ? അപ്പന് മകനെ കുറിച്ചുള്ള ഓർമ്മകൾ സജീവമാണ്. ഏതപ്പൻ? പണ്ടൊരപ്പന്റെ അടുത്ത് നിന്ന് നമ്മളിങ്ങനെ ആ തോട്ടത്തിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി പോന്നില്ലേ? പോന്നപ്പോൾ അപ്പനിങ്ങനെ ഓർത്തിരിക്കുകയാണ് മക്കളുടെ, അവരുടെ വളർച്ച, അവരുടെ സന്തോഷം, അവരുടെ ദുഃഖങ്ങൾ, അവരുടെ പ്രയാസങ്ങൾ, ഇതിലെല്ലാം അപ്പൻ ഇങ്ങനെ കൂടെ ഇരിക്കുകയാണ്, പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പോ നോക്കിയിരിക്കുന്ന മകനെ കുറിച്ചുള്ള ഓർമ്മകൾ സജീവമായിരിക്കുന്ന ഒരു അപ്പൻ മകൻ ദൂരെ നിന്ന് വരുന്നത് തിരിച്ചറിഞ്ഞു. അങ്ങനെ ഒരു അപ്പനെ സാധിക്കുകയുള്ളൂ. അപ്പൻ മോൻ പോയപ്പോൾ ജനല് തുറന്നു നോക്കിയത് എന്തിനായിരുന്നു എന്നറിയാമോ? അപ്പന്റെ ഓർമ്മകൾ സജീവമായതുകൊണ്ടാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, പണ്ട് വീട് വിട്ടിറങ്ങിപ്പോയ ആ മോനും ഭാര്യയും ഉണ്ടല്ലോ, നേരത്തെ പറഞ്ഞ കഥയിലെ ആ മോനും മോളും കൂടി ഒരു പുത്രൻ അവർ ജനിച്ചു കഴിഞ്ഞാൽ അലിഞ്ഞു പോകും. അവര് തിരിച്ച് ഭവനത്തിലേക്ക് വരുമ്പോൾ ആദ്യം ചെന്ന് സ്വീകരിക്കുന്ന ഈ അപ്പനും അമ്മയാണ്. പിന്നെ ആ വീട്ടിലെ സന്തോഷം എന്ന് പറയുന്ന ഒരു പെരുന്നാളിന്റെ ഒരു വലിയ ഓർമ്മയുടെ സന്തോഷമാണ്, അല്ലെ? ഓർമ്മകൾ അങ്ങനെയാ. ഓർമ്മകൾ തമ്മിൽ സമ്മേളിക്കുമ്പോൾ പിന്നെ അത് വലിയ പെരുന്നാളായിട്ട് മാറുകയാണ്. അപ്പൊ ആ മോൻ വിദൂരദേശത്ത് നിന്ന് തിരിച്ചു വരുന്നത് അപ്പന്റെ ഓർമ്മകൾ സജീവമാണ്. പക്ഷെ മോന്റെ ഓർമ്മ ചില സാഹചര്യങ്ങളിൽ മാത്രമേ നുരഞ്ഞു പൊങ്ങുകയുള്ളൂ. ചിലർക്കാണെങ്കിലോ ഈ ഓർമ്മകൾ ഒരു കാലത്തും തിരിച്ചെടുക്കാൻ പറ്റാത്ത അത്ര വിധത്തിൽ നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. കർത്താവിന്റെ കൂടെ നടന്ന ഒരു ശിഷ്യനുണ്ട്. പേരെന്താണ്? പെട്ടെന്ന് പറയാൻ പറ്റും നമുക്ക്. അദ്ദേഹത്തിന് ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരുന്നു.
തിരിച്ചെടുക്കാനാവാത്ത വിധം അദ്ദേഹത്തിന്റെ ഓർമ്മകൾ നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഓർമ്മ എപ്പോഴും ഈ എണ്ണി സൂക്ഷിച്ചിരുന്ന പണത്തിലായിരുന്നു. അതുകൊണ്ട് ചിത്രകാരൻ ഒരിക്കലും മറന്നില്ല. അത്താഴ വേളയിൽ ഈ പണക്കിഴി തൻ്റെ കൈയോടുകൂടി ചേർത്ത് വെക്കാനായിട്ട് ചിത്രകാരൻ ഒരിക്കലും മറന്നില്ല. കാരണം അദ്ദേഹത്തിന്റെ ഓർമ്മകൾ മുഴുവൻ ആ ധനത്തിലായിരുന്നു. അതുകൊണ്ട് ആ സഞ്ചിയിൽ എന്ത് നിറയ്ക്കാമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ധ്യാനം. അദ്ദേഹത്തെ ഉണർത്തുന്നതും അതുതന്നെയായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? കൂടെ നടന്ന, തന്നെ പരിപാലിച്ച, ലോകത്തിന്റെ മുമ്പിൽ ബഹുമാനിതനാക്കിയ തന്റെ ശ്രേഷ്ഠനായ ഗുരുവിനെ കാണിച്ചു കൊടുത്തു. എങ്ങനെ കാണിക്കാൻ സാധിച്ചത്? അദ്ദേഹത്തിന്റെ ഓർമ്മകൾ വീണ്ടെടുക്കാനാവാത്ത വിധം നഷ്ടപ്പെട്ടു പോയത് കൊണ്ടാണ്. ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വീണ്ടെടുക്കാനാവാത്ത വിധം നഷ്ടപ്പെട്ടു പോയിരുന്നു. അദ്ദേഹം ക്രിസ്തുവിനെ ഒറ്റുകയാണ്. നമ്മൾ ധ്യാനിക്കുമ്പോൾ ഒന്ന് ഓർക്കണം, ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ ചില സാഹചര്യങ്ങളിൽ മാത്രം നുരഞ്ഞു പൊങ്ങുന്നതാണോ? ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ എല്ലാ കാലത്തും നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ? തിരിച്ചെടുക്കാനാവാത്ത വിധം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ എന്ന് നാം ധ്യാനിക്കണം. ഉൽപ്പത്തി പുസ്തകം 38-ാം അധ്യായത്തിൽ ഒരു താമാറിനെ നമ്മൾ കാണുന്നുണ്ട്. പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകം 38 എൻ്റെ ഓർമ്മ. താമാറിനെ കാണുന്നുണ്ട്. താമാറൻ യഹൂദയുടെ 3 മക്കളിൽ മൂത്തവൻ വിവാഹം കഴിയുകയാണ്. അവനെ ദൈവം വധിച്ചു. യഹൂദ പാരമ്പര്യപ്രകാരം അടുത്തവന് ഭാര്യയായിട്ട് തീരും. അടുത്തവനും കൊടുത്തു ഭാര്യയായിട്ട്. അവനും മരിക്കുകയാണ്. മൂന്നാമത്തവനും മരിച്ചു പോകുമല്ലോ എന്ന് ഓർത്തുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? അവന് പ്രായപൂർത്തിയായില്ല. നീ ഒരു കാര്യം ചെയ്തു, നിന്റെ അപ്പന്റെ ഭവനത്തിൽ പോയി വിധവയായിട്ട് ജീവിക്കേ. അവന് പ്രായപൂർത്തിയാകുമ്പോൾ നിന്നെ ഞാൻ വിളിച്ച് വിവാഹം കഴിപ്പിച്ചു കൊള്ളാം എന്ന് പറഞ്ഞു. പക്ഷെ താമാറ് ആ ഭവനത്തെക്കുറിച്ച്, തൻ്റെ അമ്മായപ്പന്റെ ഭവനത്തെക്കുറിച്ച്, തൻ്റെ ഭർതൃഗൃഹത്തെക്കുറിച്ച്, ദൈവം ഈ യഹൂദായുടെ സന്തതി പരമ്പരകളെ നിലനിർത്തണം എന്നുള്ളതിനെ കുറിച്ചുള്ള ഓർമ്മകൾ സജീവമായതുകൊണ്ട് ആ ധ്യാനം അവളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷേ യഹൂദ എന്ത് ചെയ്തു? മകന് പ്രായപൂർത്തിയായിട്ടും സമയമായപ്പോഴും ഒന്നും ഇവളെ വിളിച്ച് വിവാഹം കഴിച്ചു കൊടുക്കാൻ തയ്യാറായില്ല. പക്ഷെ താമാർ ഇത് അറിയുകയാണ്. ജസ്റ്റിഫിക്കേഷൻ ഓഫ് താമാർ എന്ന് പറയുന്ന ജേക്കബ് ഓഫ് സെറൂഗിന്റെ ഒരു കൃതിയുണ്ട്. ഒരു പക്ഷേ അപ്രേമിൽ നിന്ന് കടമെടുത്തായിരിക്കും. നമ്മൾ ജനന പെരുന്നാളിന്റെ പ്രഭാത നമസ്കാരത്തിൽ ഇപ്രകാരം പാടുന്നുണ്ട്: യൂദായിൻ മറവിലമർന്ന മന്നനെ മോഷ്ടിച്ചാൾ താമാർ, അവൾ മോഹി ചൊരുലാവണ്യം വിജയശ്രീ ഇന്നാർജിച്ചു. ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ സജീവമാകുന്നതാണ് അവിടെ യൂദായെക്കുറിച്ചുള്ള ആ ലാവണ്യമായിട്ട് ഇവിടെ കവി കീർത്തിച്ചിരിക്കുന്നത്, വിവരിച്ചിരിക്കുന്നത്. അപ്പോൾ മകനെ കല്യാണം കഴിച്ചു കൊടുക്കുന്നില്ല എന്ന് കണ്ട് ഇവൾ അപ്പനെ തന്നെ പ്രാപിക്കുകയാണ്. അതുകൊണ്ട് വംശാവലിയിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: യഹൂദ താമാറിൽ നിന്ന് പാരേസിനെ ജനിപ്പിച്ചു. അല്ലേ? വായിക്കുന്നില്ലേ? കണ്ടോ? ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ അവളിൽ സജീവമാണ്. അതുകൊണ്ടാണ് ജസ്റ്റിഫിക്കേഷൻ ഓഫ് താമാർ എന്ന് ജേക്കബ് സെറൂഗ് അതിനെ കൃത്യമായിട്ട് എഴുതിയിരിക്കുന്നത്. ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ സജീവമാണ്. അതുകൊണ്ട് അപ്രേം വീണ്ടും ഇങ്ങനെ എഴുതി: താമാർ ഉത്തമയായി മൂന്നാൽ. ആരാണ് ഉത്തമരാകേണ്ടത്? ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ സജീവമാകുന്ന ഒരുവന്, ഒരാൾക്ക് അവിടെ ഉത്തമരായിട്ട് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. ശ്രേഷ്ഠമാണ് ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ.
അതുകൊണ്ട് അന്ത്യത്താഴവേളയിൽ ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരുടെ കൂടെ ഇരുന്ന് പാനപാത്രം എടുത്ത് വാഴ്ത്തി ശിഷ്യന്മാർക്ക് കൊടുത്തിട്ട് പറയുകയാണ്, എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇപ്രകാരം ചെയ്യുവിൻ എന്ന്. ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ സജീവമല്ലാത്ത കാലഘട്ടത്ത് ജീവിക്കുന്ന നമുക്ക് എന്തനുഗ്രഹമാണ് കിട്ടാൻ പോകുന്നത്? പരിശുദ്ധ വേദപുസ്തകത്തിന്റെ ആദ്യ താളുകൾ മുതൽ അവസാന താളുകൾ വരെ പരിശോധിച്ചാൽ ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ സജീവമാകണം എന്നുള്ള പ്രഖ്യാപനമാണ് എല്ലാ കാലത്തുമുള്ളത്. നമ്മൾ ഇന്ന് ഈ പരിശുദ്ധ പെരുന്നാളിൽ ഈ മധ്യസ്ഥന്റെ ഓർമ്മയിൽ വന്ന് അനേകം കാര്യങ്ങൾ യാചിക്കുന്നുണ്ട്. മക്കളില്ലാതിരിക്കുന്നവർക്ക് മക്കളുണ്ടാകണം, സമാധാനമില്ലാതിരിക്കുന്ന ഭവനങ്ങൾക്ക് സമാധാനമുണ്ടാകണം, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സാമ്പത്തികമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് അതിനറുതി വരണം. അങ്ങനെ എന്തെല്ലാം എത്രമാത്രം പ്രാർത്ഥനകളാണ് നമ്മൾ ഈ ദൈവസന്നിധിയിൽ ചേർത്ത് വയ്ക്കുന്നത്. പക്ഷെ ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ സജീവമല്ല എങ്കിൽ ഈ അർത്ഥനകൾ, ഈ പ്രാർത്ഥനകൾ ഒക്കെ നിരർത്ഥകമായിട്ട് തീരും. ശ്രേഷ്ഠമായിട്ട് ഈ പെരുന്നാൾ നമുക്ക് ആചരിക്കുവാനായിട്ട് സാധിക്കണം. ഭവനം എന്ന് പറയുന്ന മഹത്തായ ഒരു ദേവാലയമുണ്ട്. ആ ദേവാലയത്തിൽ ഓർമ്മകൾ സജീവമാകുന്നിടത്താണ്. മാതാപിതാക്കളെ കുറിച്ചുള്ള ഓർമ്മകൾ, ഒന്നാമതായിട്ട് ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ, രണ്ടാമത് മാതാപിതാക്കളെ കുറിച്ചുള്ള ഓർമ്മകൾ സജീവമാകുന്നിടത്തെ ഭവനത്തിന് ശുദ്ധ സംഗീതം പൊഴിക്കുന്ന ഭവനമായിട്ട് നിലനിൽക്കുവാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഓർമ്മകൾ, ഭവനങ്ങൾ എല്ലാം അതിൻ്റെ സമ്പൂർണമായ കാലഘട്ടങ്ങളിലേക്ക് പ്രവേശിക്കുവാനായിട്ട് സാധിക്കുകയില്ല. ഒരിക്കലും നമ്മുടെ ഓർമ്മകൾ മങ്ങിപ്പോകുവാനായിട്ട് ഉള്ളതല്ല, ഇത് കാത്ത് സൂക്ഷിക്കുവാനായിട്ടാണ്. ഏദനിൽ, ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്, ഏദനിൽ ആദാമ്യവർഗത്തിൻ്റെ ഓർമ്മകൾ മങ്ങിയപ്പോൾ അവർക്ക് ഏദനിൽ നിന്നുള്ള പ്രവേശനം നിഷേധിക്കുകയാണ്. എന്നാൽ ദൈവത്തിന് മനുഷ്യനെക്കുറിച്ചുള്ള ഓർമ്മകൾ സജീവമായിരുന്നു. വീണ്ടും നമ്മൾ കാണുന്നുണ്ട്, ദൈവത്തിന് മനുഷ്യനെക്കുറിച്ചുള്ള ഓർമ്മകൾ സജീവമായതുകൊണ്ട് ഏദൻ പറുദീസായുടെ വാതായനങ്ങൾ അവിടെ തുറക്കപ്പെടുകയാണ്. കള്ളൻ മുഖാന്തരം, മനുഷ്യൻ മുഖാന്തരം ആ വാതായനങ്ങൾ ഇന്നും തുറക്കപ്പെട്ടിരിക്കുന്നു. സഭയെക്കുറിച്ചുള്ള ഓർമ്മകൾ സജീവമാണ് ദൈവത്തിന്. അതുകൊണ്ട് ഒരു ക്ലേശവും വേണ്ട, നീ മറ്റാരെയും മോഹിക്കാത്തതിനാൽ നിന്നെ ഞാൻ കൈവിടുകയില്ല എന്നുള്ള വലിയ വാഗ്ദാനം അവിടെ നൽകുകയാണ്. താമാറിന് ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ സജീവമായിരുന്നു. അതുകൊണ്ട് താമാർ ഉത്തമയാകാണ്. കർത്താവിൻ്റെ വംശാവലിയിൽ പോലും അവളുടെ നാമം അടയാളപ്പെടുത്തുകയാണ്. ദാനിയേലിന് ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ സജീവമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ഏഷ്യയിലെ ഒന്നാമത്തെ പ്രധാനമന്ത്രിയായി മാറുകയാണ്. അദ്ദേഹം നെബൂഖദ്നേസറിന്റെ ആജ്ഞപ്രകാരമുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നില്ല. അദ്ദേഹത്തെ സിംഹക്കുഴിയിലിട്ട് നോക്കി, അവിടെയും അദ്ദേഹത്തെ പരാജയപ്പെടുത്തുവാൻ സാധിക്കുന്നില്ല. മൂന്നാമത്തെ തലമുറയായപ്പോൾ ബെൽഷേസർ രാജാവിന്റെ കാലഘട്ടത്ത് ദാനിയേലിനെ വളരെ അധികം ഉയർന്ന രീതിയിൽ അവിടെ ബെൽഷേസർ രാജാവ് ആദരിക്കുകയാണ്. വലിയ ഒരു വിരുന്ന് കഴിച്ചു. യെരൂശലേമിൽ നിന്ന് കൊണ്ടുവന്ന പൂജാപാത്രങ്ങൾ ഉപയോഗിച്ച് പ്രഭുക്കന്മാർക്കും നാരികൾക്കും ഉപനാരികൾക്കും ഒക്കെ അദ്ദേഹം വിരുന്ന് കഴിക്കുകയാണ്. ആ രാത്രിയിൽ ദൈവം ഒരു വലിയ സത്യം അവിടെ എഴുതുകയാണ്. ആ കൊട്ടാരത്തിന്റെ മിനുസമുള്ളതിൽ മെനെ ദേക്കൽ ഉഫർസീൻ എന്ന് ദൈവം അവിടെ എഴുതുകയാണ്. അതിന്റെ അർത്ഥം മനസ്സിലാക്കുവാൻ ആ രാജ്യത്തോ ആ ദേശത്തോ ഒരു മന്ത്രവാദിക്കോ ഒരു പ്രവാചകനോ സാധിച്ചില്ല. സാധിച്ചത് ദാനിയേലിന് മാത്രമാണ്. അതുകൊണ്ട് ദാനിയേൽ ഏഷ്യയിലെ ഒന്നാമത്തെ പ്രധാനമന്ത്രിയായി പരിണമിക്കുകയാണ്. ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ സജീവമാകുന്നത് ഏത് പ്രതിസന്ധിയും തരണം ചെയ്യുവാനായിട്ട് സാധിക്കും. ഇനി നമ്മുടെ ധ്യാനം അതായിരിക്കണം. എപ്പോഴും ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ സജീവമാകുന്ന ഒരു വലിയ കാലഘട്ടത്തിലേക്ക് നമ്മൾക്ക് പ്രവേശിക്കാം. എൻ്റെ ക്രിസ്തു എൻ്റെ കൂടെയുണ്ട്
എന്ന് ഓർമ്മിച്ചുകൊണ്ടായിരിക്കാം നമ്മുടെ ജീവിതം മുഴുവൻ. ദൈവം എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. ശ്രേഷ്ഠമായി തീരട്ടെ നിങ്ങളുടെ പെരുന്നാൾ ആഘോഷവും. ഏറ്റവും ഉത്തമമായിട്ടുള്ള രീതിയിൽ ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ സജീവമാക്കിക്കൊണ്ട് കുടുംബജീവിതത്തെയും വ്യക്തി ജീവിതത്തെയും സഭാജീവിതത്തെയും ഒക്കെ ധന്യമാക്കുവാൻ ദൈവം നമ്മളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവം എല്ലാവരെയും വാഴ്ത്തട്ടെ. ഒരിക്കൽ കൂടി ഇങ്ങനെ ഒരു അവസരം തന്നതിനുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദിയും സ്നേഹവും ആദരവും ബഹുമാനപ്പെട്ട അച്ഛനോട് അറിയിച്ചുകൊണ്ട് വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു.